ഗൈസ് വെൽക്കം ബാക്ക് ടു മെസ്സി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ തായ്ലാൻഡിലാണ്. തായ്ലാൻഡിലെ ഒരു എന്താ ചഡ തായ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലാണുള്ളത്. ബാക്കിലൊക്കെ നമ്മളെ നാട്ടിൽ പോലെ തന്നെ കാടാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് കണ്ട വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ലോഡ്ജ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളിപ്പോൾ പോകുന്നത് പട്ടായ ബീച്ചിലേക്കാണ്. എൻ്റെ കൂടെ സായിദ് മോനുണ്ട്. ഹൈഫ, ലുക്ക് അറ്റ് ഹിയർ ഹൈഫ, ലുക്ക്. ഹൈഫ എന്ത് എങ്ങോട്ടേക്ക്? പട്ടായ എന്ന് പറയുമ്പോൾ തായ്ലാൻഡ് പട്ടായ എന്ന് പറയുമ്പോൾ കുറച്ച് വീഡിയോന് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട്. എന്തിനെന്നറിയോ? ബോയ്സ് എല്ലാം നമുക്കറിയാം എന്ത് വീഡിയോത്തിനാണ് വെയിറ്റിംഗ് എന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റ് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇന്ന് നൈറ്റ് ട്രൈ ചെയ്ത് നോക്കാം. നോട്ട് അലൗഡ്. പക്ഷെ എന്നാലും ആ വീഡിയോ എടുക്കേണ്ട വൈബൊന്നുമല്ല, അവിടെ കാഴ്ചയുണ്ട് കുറേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട്ടയത്തിലുള്ള ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ടൗണാണ് കേട്ടോ ഇത്. ഫൈനലി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ട് കയറി നോക്കാം. നമ്മളെ ബിന്തിയല്ല ഫസ്റ്റ് ടൈം ആ ദോശ കാണേ. ഇന്ത്യൻ അങ്ങനെ നമ്മള് മലയാളം സംസാരിക്കുന്ന മലയാള പാട്ടിൽ വെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കുന്നുണ്ടോ മിന്നൽ പോലെ? അങ്ങനെ തായ്ലാൻഡിൽ വന്നിട്ടും നമ്മളെ ഇന്ത്യൻ ദോശ. ഈ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. സമീർ, ഈ 7-Eleven എന്ത് സംഭവം? ഇതൊരു സൂപ്പർ മാർക്കറ്റിന് പോലെ എല്ലാം ഉണ്ടാവും. യുഎഇത്തെ ബക്കാല പോലെയാ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടുമല്ലേ? പട്ടായത്തിലുള്ള ബീച്ച്, പട്ടായത്തിന്റെ ബോർഡ്, പട്ടായ സിറ്റി. Hey Binti, where are you going? സായിദ് ഇപ്പം എന്ത് ട്രൈ ആക്കാൻ വന്നേ? Are you going to do that? Okay. കാണാം നമുക്ക്. സോ ഇവിടെ ബോട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പണി. ഞങ്ങൾ പറഞ്ഞ് പാരച്യൂട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സായിദല്ലോ സോ എക്സൈറ്റഡ്. സോ വി ബോത്ത് ആർ ഗോയിങ് ടു ട്രൈ പാരച്യൂട്ട്. അങ്ങനെ പോകും. അങ്ങ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ. ട്രൈ ചെയ്യുന്നതല്ല, ചെയ്തോണ്ടുണ്ട്. ഞങ്ങളിപ്പോൾ എന്താണെന്ന് അറിയില്ല. ബിന്തി ആണെങ്കിൽ സെമീറാൻ്റെ ചെറുപ്പം. സെമീറ, ഇതാണ് സെമീറ എന്നോ എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ഓൺ സിസ്റ്റർ. സോ ഞങ്ങൾ എന്താ ബിന്തി സെമീറ സോ ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാരച്യൂട്ടിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നതല്ലേ. ഞങ്ങളിപ്പോൾ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. പാരച്യൂട്ടിൽ പറക്കാൻ പോകുന്നത് എന്താവുന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ട്രൈ ചെയ്ത് നോക്കലുണ്ട്. മരിച്ചാണ് പോയി. അതിപ്പോൾ ഇന്ന് വരിക്കും നാളെ വരിക്കുമെന്നൊന്നും പറയാൻ കഴിയൂല. പക്ഷെ എൻജോയ് ആക്കാം ലൈഫ് മാക്സിമം. ലൈഫ് ഇസ് ടു ഷോർട്ട് അങ്ങനെ പറയുന്നില്ലേ, അതേപോലെ തന്നെ എന്ത് കണ്ടവരൊന്നും നാളെ ഇല്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത്. അതാണിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. ദുബായിലെ അറ്റ്ലാന്റിസിൽ സ്കൈ ഡൈവ് ചെയ്തവളാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ എന്ത് സോ ഞങ്ങൾ വേറൊരു ഐലാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്നാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് പാരച്യൂട്ട്. ചെയ്യാനുള്ള ടിക്കറ്റ് എല്ലാം തായ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്.
Oh, Mama gone. ജെല്ലി ഫിഷ് വന്നിട്ട് താഴേന്ന് പുല്ല് ജെല്ലി ഉണ്ടല്ലോ അങ്ങനെ വെള്ളത്തിൽ പൈസ എന്തോ പറഞ്ഞു പോകുന്നുണ്ട് ഒരു പൈസ ഞാൻ കണ്ടിട്ട ഫിഷ്. ഇത് ഞങ്ങളെ പറ്റിച്ചാള് 15 മിനിറ്റ് മറ്റേ പാരച്യൂട്ടിൽ ഒറ്റ റൗണ്ട് അതിന് 800 തായ് പപ്പ് 800. അവിടെ കൂൾ വാട്ടർ വരും നോക്കണം എന്തായാലും. ആ അതില് ഇതെല്ലാം ഇൻക്ലൂഡഡ് അല്ലേ മറ്റേ ഐലാൻഡിലേക്ക് എല്ലാം പോകുന്നു. ഓരോ നാട്ടിൽ വരുമ്പോഴും ഇവിടെ എന്ത് രസമാണ് ഇവിടെ എന്ത് രസമാണെന്ന് തോന്നിപ്പോ അങ്ങനെ ആ ഒരു നാടിനുള്ള ഇഷ്ടം കൂടി വരും. ട്രാവലിനോടുള്ള ഇഷ്ടവും കൂടി വരികയാണ്. ഞാനിപ്പോൾ ഇരുന്നിട്ടുള്ളത് കാണുന്നുണ്ടോ പട്ടായ സിറ്റി, തായ്ലാൻഡിലുള്ള പട്ടായ സിറ്റിയിലുള്ള ബീച്ചിലാണ്. എന്തായാലും അടിപൊളി. ഇവിടെ ബോട്ട് റൈഡിങ്, പിന്നെ പാരച്യൂട്ട് റൈഡ്, പിന്നെ ഇതുണ്ട് എന്താണ് ജസ്കി റൈഡ് എല്ലാം ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ തായ്ലാൻഡിലാണ് ഉള്ളത് പറയുമ്പോൾ പട്ടായത്തിൻ്റെ വീഡിയോ, പട്ടായത്തിൻ്റെ വ്ളോഗിനൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി കണ്ടിട്ട് തന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞാൽ നമ്മൾക്ക് മൊബൈൽ ഡാറ്റ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, റൂമിലെത്തിക്കഴിഞ്ഞാൽ വൈഫൈ ഉണ്ടാവും. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കാം. എന്തായാലും വന്നത് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. വീഡിയോ അതിൽ പറ്റുന്നതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം. എന്തായാലും അടിപൊളിയാണ് ഈ ഒരു ബീച്ചും കാര്യങ്ങളും. പിന്നെ ഇവിടുത്തെ നൈറ്റ് റൈഡ്, നല്ല നൈറ്റ് വൈബ്, അതിനാണല്ലോ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അങ്ങനെ കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റൂല. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു എടുക്കൽ ശരിയല്ലല്ലോ. അതൊന്നും എടുത്തിട്ട് നല്ലതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് കള്ളന്മാർ ഇതിനാണല്ലേ പട്ടായ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്. എന്തായാലും അടിപൊളി തായ്ലാൻഡ്. പിന്നെ ഞാൻ എങ്ങനെയാണ് പട്ടായത്തിലേക്ക് അല്ല തായ്ലാൻഡിലേക്ക് വന്നത്, ഒറ്റക്കാണോ സോളോ ട്രാവൽ വന്നതാണോ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ സോളോ ട്രാവൽ ചെയ്ത് വന്നതാണ്. നമ്മളുടെ നാട്ടിൽ നിന്ന് കൂർഗിൽ നിന്ന് തായ്ലാൻഡ് വരെ സോളോ ട്രാവൽ ചെയ്ത് വന്ന് പട്ടായ സിറ്റിയിലേക്ക്. പിന്നെ അത് വന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒറ്റക്ക് ഇവിടെ വന്നതിന് ശേഷം ഷാർജയിലുള്ള എൻ്റെ സിസ്റ്ററും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവരുണ്ട് ഇവിടെ. അവിടുന്ന് വന്നത് ഒറ്റക്കാണെന്നുള്ളൂ. ഇവിടെ കൂടെ അവരൊക്കെ ഉണ്ട് എന്തായാലും. സോ നമ്മളുടെ സായുധത വരുന്നുണ്ട് ജസ്കി റൈഡ് ചെയ്തിട്ട്. ഗുഡ് നൈസ് താങ്ക് യു സേ താങ്ക് യു താങ്ക് യു സേ താങ്ക് യു. ഈ ചെറിയ ടീക്കരിയാണ് ഓനെ 30 സെക്കൻഡ് റൈഡ് ചെയ്യിച്ചിട്ട് കൊണ്ടുവന്നത്. എന്തായാലും അടി